ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ബലൂണിലെല്ലാം വെള്ളം നിറച്ച് അതടിച്ച് പൊട്ടിക്കുകയാണ് പരിപാടി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തനായ ഒരു കലാകാരൻ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്കത് ആരാണെന്ന് വഴിയെ കാണാം. അപ്പം നമ്മൾ ഇന്ന് 3 വയസ്സിൻ്റെ സെലിബ്രേഷനാണ് നടത്തുന്നത്. ഇവിടെ ഒരാളെ രാവിലെ മുതൽ കുളിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ പൊട്ടിയിലെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുക. അപ്പോൾ തലയിൽ വെക്കാൻ ഓയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ആരെക്കൊണ്ട് തേപ്പിക്കുന്നില്ല, പുള്ളി തന്നെ തേച്ചോളാം. തലയിലൊന്നും വലിയ കാര്യമായിട്ട് എണ്ണയൊന്നും തേക്കുന്നത് ഇഷ്ടമില്ല. തലയിലും ദേഹത്തും ഒന്നും എണ്ണയൊന്നും തേക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഇനി സെറ്റും മുണ്ടുമൊക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ്. ഉടുക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേറൊരു അത്ഭുതം കൂടി നടക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത ഞാൻ ഇന്നൊന്ന് പ്രത്യക്ഷപ്പെടുവാണേ. രാവിലെയാണ് സെറ്റും മുണ്ടും ഒക്കെ ഉടുക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ. അങ്ങനെ അതിനിടാൻ വേണ്ടി ഈ ബ്ലൗസാണ് എടുത്തത്. ഇതിങ്ങനെ എടുക്കുമ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഈ ബ്ലൗസിന് ഹുക്കും വെച്ചിട്ടില്ലായിരുന്നു, ഹെമ്മിങ്ങും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ സേഫ്റ്റി പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ അപാകതകളുണ്ട്. അപ്പം നമ്മൾ സെറ്റും മുണ്ടും സാരിയും ഒക്കെ ഉടുക്കുമ്പോഴത്തേനും ചപ്പലിട്ടിട്ട് ഉടുക്കുക. അപ്പം വേണ്ടേ നമ്മൾ റെഡി ആയിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് ഒത്തിട്ടൊന്നുമില്ല ഉടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും അയൺ ചെയ്ത് പ്ലീറ്റൊക്കെ ചെയ്ത് വെക്കുന്നതായിരുന്നു. ഇന്ന് അതിനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല. അതും കൂടിയല്ല, നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ കമ്മലും മാലയും ഒന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല. നേരെ ഇനി കിച്ചണിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കുഞ്ഞൊരു സെലിബ്രേഷനാണ് നടത്തുന്നത്. വീട്ടിൽ പായസം വയ്ക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് നമ്മൾ ഓർഡർ കൊടുത്തേക്കുമായിരുന്നു. അപ്പം ഇവിടെ സേമിയ പായസം വയ്ക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അമ്മയും വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയുമാണ്. വീടിൻ്റെ അടുത്തുള്ള ചേച്ചിന്ന് മാത്രമല്ല കേട്ടോ, നമുക്കൊരു ആത്മബന്ധം കൂടിയുള്ള ഫാമിലിയാണ് അവർ. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, പിന്നെ ഒരു മോനുണ്ട്. അപ്പം നീളത്തിൽ കിട്ടുന്ന സേമിയയില്ലേ, അങ്ങനത്തേതായിരുന്നേ. അത് നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. പിന്നെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ആ സേമിയ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുന്നതാണ്. ഒരുപാട് നെയ്യൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. അപ്പം നമ്മുടെ ഈ പാത്രത്തിൽ 2 ട്രിപ്പായിട്ട് വേണം വറുത്തെടുക്കാൻ. ഇത് ചൗവരിയാണ്. അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പാലെടുത്ത് വെച്ചിരിക്കുകയാണ് തിളപ്പിക്കാൻ വേണ്ടി. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ പകുതി പേര് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. നമ്മളിവിടെ അടുക്കളയിൽ പായസം വെക്കുന്നതിൻ്റെ ധൃതിയൊക്കെ ആയിട്ട് നിന്നു. അപ്പം കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റാതെയും കൊണ്ട് വന്നു. അപ്പം നമ്മുടെ പാൽ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് വറുത്ത് വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുക്കുവാണ്. പുറത്ത് ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഏലക്ക പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കഷ്നട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിട്ട് കൊടുത്തിട്ട് ഇനിയും കിസ്മിസ് വറുത്തെടുക്കാനുണ്ട്. ഫോൺ പിടിക്കും, നല്ല കൃത്യമായിട്ട് പിടിച്ചേക്കണം, ഇല്ലേ കിട്ടി. ഇതിനിടയ്ക്ക് നമ്മൾ തമ്മിൽ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള അലപ്പുകളും ബഹളങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ പാട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കാനേ നിവർത്തിയുള്ളൂ. അതൊന്നും കേൾപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ കിസ്മിസൊക്കെ വറുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പായസം വയ്ക്കുന്ന സമയത്തേ, അങ്ങനെ എപ്പോഴും പായസം ഒന്നും വെച്ച് പരിചയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കൂടുതൽ വെക്കുന്ന സമയത്ത് സേമിയ കൂടിപ്പോവുകയും പാല് ചിലപ്പം കുറഞ്ഞു വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് തണുക്കും തോറും കുറുകാനും ചാൻസ് ഉണ്ടെന്നല്ല, കുറുകുകയും ചെയ്യും. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സൈഡിലായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പാല്, അതിനകത്ത് ഇച്ചിരി പഞ്ചസാരയും കുറച്ച് ഏലക്കായും കൂടി പൊടിച്ചിട്ടിട്ട് അത് തിളപ്പിച്ച് അവിടെ വെച്ചേക്കുക. അപ്പം നമ്മുടെ ഇത് തണുത്ത് കുറുകുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം.
അപ്പം വേണ്ടേ നമ്മുടെ കുട്ടൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടുപ്പൊക്കെ ഇട്ട് ചേച്ചിയാണ് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഈ കളറ് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ബ്ലൂ കളറിൻ്റെ ആളാണ്. അപ്പോൾ അവൻ്റെ കൊച്ചച്ഛൻ അപ്പുറം കഴിഞ്ഞത് പന്നി ഉടുപ്പാന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം വേണ്ട അവൻ്റെ അച്ഛമ്മയും അനുവും കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുക. അച്ഛമ്മ നല്ലതാന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണേ. അങ്ങനെ നല്ല ഉടുപ്പാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ. അപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. കടകളൊക്കെ ഇപ്പം നേരത്തെ അടയ്ക്കുമല്ലോ. അപ്പോൾ ഏട്ടന് തലേദിവസം വർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഇരുന്ന കുറച്ച് ബലൂണും പേപ്പറും ഒക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. അതും രാവിലെ ധൃതി വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. മോന് ആനയും ബ്ലൂ കളറും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിൽ ബ്ലൂ കളറുള്ള ആനയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഋതുലെന്നാണ് പേര്. അപ്പം നമ്മൾ റിച്ചുക്കുട്ടനെന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അതാണ് കേക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളിനി കേക്ക് ഇങ്ങനെ മുറിക്കാൻ വേണ്ടി പോവുകയാണ്. ടേബിളിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി. എന്നിട്ട് നമ്മൾ തീപ്പെട്ടി എടുക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞിരുന്നു. അപ്പം പുള്ളിക്ക് ഇത് എത്ര നേരമൊന്നും പറഞ്ഞില്ല നോക്കിയിരിക്കുന്നതല്ലേ. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവനങ്ങ് എടുത്ത് കഴിച്ചു. അമ്മ ഇപ്പോൾ അവന് കേക്ക് കഴിച്ച കാര്യമാണ് പറയുന്നത്. അവന് മടുത്തിട്ടായിരിക്കും കഴിച്ചതെന്ന്. നോക്കിയിരുന്നിരുന്നേ മടുത്തപ്പം എടുത്ത് കഴിച്ചതാണെന്ന്. അപ്പം ചേട്ടൻ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ട് വെക്കുകയാണ്. പിന്നെ എല്ലാവരോടും ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ അത് എല്ലാവർക്കും മടിയല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ടി വിയിൽ വെക്കുക കേട്ടോ പാട്ട്. അപ്പം ചേട്ടൻ മെഴുകുതിരിയൊക്കെ നമ്മൾ കത്തിച്ചിട്ടുണ്ട്. 3 വയസ്സിൻ്റെ മെഴുകുതിരി നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. മെഴുകുതിരി മറിഞ്ഞ് വീഴാൻ പോയപ്പോഴത്തേനും നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വന്ന് പിടിച്ച് ഒന്നിച്ച് കൈയെടുത്തുകൊണ്ട് പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ വേഗം ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ലായിരുന്നു, അറിയാതെയും കൊണ്ട് നടന്നൊരു കാര്യമാണ്. അറിയാതെ നടന്നത് കൊണ്ടായിരിക്കാം എനിക്ക് വീഡിയോയിൽ ഇത് കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി. ഹായ് റിച്ചുക്കുട്ട, ഹാപ്പി ബർത്ത്ഡേ. പുതിയ വർഷം ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നന്മകൾ തരുന്നൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഡിയർ, ലവ് യു. ഫ്ലവേഴ്സ് TV കോമഡി ഉത്സവം ഫെയിം റോഷിൻ ഇടയാറന്മുള. പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റും പുറമെ കുറേ നല്ല ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയ നേതാവ് എന്ന നിലയിലും പ്രശസ്തനാണ് ഇദ്ദേഹം. അപ്പോൾ ആ വീഡിയോ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണേ.
അങ്ങനെ പോപ്പർ പൊട്ടിച്ച് നമ്മുടെ കേക്ക് കുളമായിട്ട് പോയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരെ കേട്ടോ. നമ്മൾ പിന്നെ ഫാനിൻ്റെ കീഴിലും കുറച്ച് കാറ്റൊക്കെ കൊള്ളിപ്പിച്ച് ആ പേപ്പറൊക്കെ കുറേ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡിൽ നിന്നും മുകളിൽ നിന്നുമൊക്കെ നമ്മൾ അത് മാറ്റിയിട്ടാണ് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറി, പപ്പടം, അച്ചാർ, ചല്ലാസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ്. അപ്പം കുറേ പേര് കഴിച്ച് കഴിഞ്ഞു. നമുക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പം നമ്മുടെ ചെറിയൊരാഘോഷത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ചെയ്യേണ്ട ഇത് നമ്മുടെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവരെന്നെ കൗണ്ടർ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഈ ബ്ലൂ കളർ ടീഷർട്ട് ഇട്ട ആളെൻ്റെ ബ്രദറാണ്. അപ്പം നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തതിനകത്ത് ആൾ വന്നിട്ടില്ല. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. കിട്ടുന്നുണ്ട്. ചേച്ചിയുടെ മോനാണ്. അവനെ എടുക്കല്ലെന്നും പറഞ്ഞുകൊണ്ട് അവന് കവറും മറിച്ച് വെച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നിത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു തപ്പലും പമ്മലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ എടുക്കാനും അതുകൊണ്ട് തന്നെ വിട്ടുപോയിട്ടുണ്ട്. ഇത് കുഞ്ഞിൻ്റെ കൊച്ചച്ഛനാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുള്ളിക്ക് ഇത്രയും നേരം പോസൊന്നും ഇല്ലായിരുന്നു. ഈ കാറിൻ്റെ മണ്ടേ വരണം പുള്ളിക്ക് പോസൊക്കെ വരണമെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.